ഹായ് മക്കളെ, അനുമോ സാറാണ്. അപ്പോൾ 2026-27 വർഷത്തിൽ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ മക്കളോട് വരുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കൂടാതെ മാറിയ സിലബസിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്ന വിദ്യാർത്ഥികളും നിങ്ങളായിരിക്കും. കാരണം കഴിഞ്ഞ കൊല്ലത്തെ SLC പരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി വന്ന ഫസ്റ്റ് എക്സാമാണ്. അപ്പോൾ രണ്ടാമത് വന്ന പരീക്ഷ എന്ന് പറയുന്നത്, അതായത് വരുന്ന കൊല്ലത്തെ 2026-27 മാർച്ച് മാസം നടക്കാൻ പോകുന്ന SSLC പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ മക്കൾ അത്രമേൽ മെനക്കെട്ടൽ, അതായത് അത്രമേൽ പ്രിപ്പയർഡ് ആയാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫുൾ A+ എന്ന് പറയുന്ന ആ സംഭവം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ്. നമ്മുടെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം, മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമുക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സാണ്. ഓക്കെ, 13 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കഴിഞ്ഞ കൊല്ലം നമുക്ക് 15 ചാപ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ 15 ചാപ്റ്ററുകളിൽ നമ്മുടെ ടെക്സ്റ്റ്, അതായത് സെക്കൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 ചെറിയ ടെക്സ്റ്റാണ്, ചെറിയ ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഈ കൊല്ലത്തെ നമ്മുടെ 13 ചാപ്റ്റേഴ്സും ഒന്നിനൊന്ന് വലുതുമാണ്. അതേപോലെ തന്നെ അത്രയും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരു ദിവസം വന്ന് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ മൈൻഡിലേക്ക് കയറണമെന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും, അതായത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഒരു 1, 2, 3, 4 ഭാഗങ്ങളായിട്ട് മാറ്റും. അതായത് എവിടെ തുടങ്ങുന്നു, ബേസിക് കോൺസെപ്റ്റുകൾ എന്താണ്, എങ്ങനെയാണ് ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്, എങ്ങനെയാണ് ആ ചാപ്റ്ററിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്ററിനെയും കീറി മുറിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളോട് എനിക്കൊരു പറയാനുള്ളത് 13 ചാപ്റ്റേഴ്സ്. ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സമാന്തര ശ്രേണികൾ, ഇംഗ്ലീഷിൽ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയും. അരിത്തമെറ്റിക് സീക്വൻസസ്. ഓക്കെ, നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, നമ്മുടെ എക്സാമിന് നല്ല മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ് ആര്, ഈ സമാന്തര ശ്രേണികൾ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ തൊട്ട് മുമ്പ്, അതായത് ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുമ്പേ ഒരൊറ്റ വലിയ ചാപ്റ്റർ ആയിട്ടുള്ള സാധനം ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റർ ആയിട്ടാണുള്ളത്, ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, അധികം ഇക്വേഷൻസ് ഒന്നുമില്ലാതെ നമ്മുടെ മെന്റാലിറ്റി, അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന്റെ ആഴങ്ങളിൽ, അതായത് നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. ആ 1ഉം 3ഉം എന്ന് പറയുന്ന 2 ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന അറൗണ്ട് 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. 14 മാർക്കിന് ഈ 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. സോ ഈ ചാപ്റ്റർ മക്കൾ എന്ത് ചെയ്യണം, അത്രയും ഡെപ്ത് പഠിക്കണം. സോ ഇന്ന് രാത്രി കൃത്യം 7:30 ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നല്ല വിശാലമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. കൃത്യം 7:30 MS സൊല്യൂഷൻ്റെ 10ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അനുമോ സാർ ഉണ്ടാവും, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പാർട്ട് 1 സോ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും 10ാം ക്ലാസ് പഠിക്കുന്ന മുഴുവൻ മക്കളും കൃത്യം 7:30 നമ്മുടെ MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിയിരിക്കുക. പാർട്ട് 1 അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കിട്ടണോ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ MS സൊല്യൂഷൻ്റെ ബേസ് ബാച്ചിലേക്ക് പെട്ടെന്ന് കയറിക്കൊള്ളുക. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും അങ്ങനെ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകിക്കണ്ട, ഈ കാണുന്ന 2 നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ഏത് ബാച്ചാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളുക. ഓക്കെ, അപ്പോൾ മറക്കണ്ട, കൃത്യം 7:30 അനുമോ സാർ ഉണ്ടാവും, അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ പാർട്ട് 1. ഓക്കെ, ടാറ്റ.